ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. തേർഡ് ബികോം സ്റ്റുഡൻസിൻ്റെ ഓഡിറ്റിംഗ് ആൻഡ് ടാക്സേഷൻ എന്ന പേപ്പറിലെ ഇൻകം ടാക്സ് അതിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഇൻകം ടാക്സിലെ ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, അസസ്മെൻറ്റ് ഇയർ. എന്താണ് അസസ്മെൻറ്റ് ഇയർ? അസസ്മെൻറ്റ് ഇയർ എന്നത് ഫിനാൻഷ്യൽ ഇയറിന് ശേഷം വരുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്നത് എന്താണ്? ഏത് വർഷമാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷമാണ് ഏത്? ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതിന് തൊട്ട് ശേഷം വരുന്ന വർഷമാണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്നത് എൻ അസസ്സി ഈസ് ലയബിൾ ടു പേ ടാക്സ് ഇൻ ദ അസസ്മെൻറ്റ് ഇയർ ഓൺ ദ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ. ഒരു വ്യക്തി ടാക്സ് പേ ചെയ്യുന്നത് എപ്പോഴാണ്? അസസ്മെൻറ്റ് ഇയറിലാണ് പേ ചെയ്യുക. അപ്പോൾ ആ പേ ചെയ്യാനുള്ള ഇൻകം ഏൺ ചെയ്യുന്നത് എപ്പോഴാണ്? പ്രീവിയസ് ഇയർ ഓർ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ഏത് വർഷമാണോ ടാക്സ് പേ ചെയ്യുന്നത് ആ വർഷത്തെയാണ് എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത്, അല്ലേ? പിന്നെ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2020-21. ഈ 2020-21 എന്നുള്ള ഈ അസസ്മെൻറ്റ് ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എല്ലാ അസസ്മെൻറ്റ് ഇയറും അതുപോലെ പ്രീവിയസ് ഇയർ ഓർ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് വിത്ത് 1st April എവറി ഇയർ ആൻഡ് എൻഡ്സ് വിത്ത് 31st March നെക്സ്റ്റ് ഇയർ. അതായത് എല്ലാ വർഷവും April 1 സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് അവസാനിക്കുന്നത് 31st March നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഈ 2020-21 എന്നുള്ള ഈ ഇയർ അവസാനിക്കുന്നത് എപ്പോഴാണ്? 31st March 2021 ആണ്. അപ്പോൾ ഈ 31st March 2021 വരെയുള്ള ഈ കാലയളവിൽ 1st April to 31st March വരെയുള്ള ഈ കാലയളവിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിനാണ്. അതായത് 1920 എന്നുള്ള വർഷത്തിൽ നമ്മൾ ഏൺ ചെയ്ത ഇൻകത്തിനാണ് ഈ വർഷം ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് വർഷമാണോ ടാക്സ് പേ ചെയ്യുന്നത് ആ വർഷത്തെയാണ് എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രീവിയസ് ഇയർ. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ? ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ് ഈസ് നോൺ ആസ് പ്രീവിയസ് ഇയർ. അപ്പോൾ ഏത് വർഷമാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് അതാണ് പ്രീവിയസ് ഇയർ. ഇപ്പോൾ പ്രീവിയസ് ഇയറിനെ പറ്റി എന്ത് പറയാം? ദ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ഏൺഡ്. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുമ്പേ വരുന്ന വർഷം, ആ വർഷമാണ് നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത്. ആ വർഷത്തെയാണ് എന്ത് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വർഷം ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അടുത്ത വർഷമാണ് ടാക്സ് പേ ചെയ്യുക. അപ്പോൾ ഈ വർഷം എന്ന് പറയുമ്പോൾ 1st April 2020 മുതൽ 31st March 2021 വരെയുള്ള ഈ കാലയളവിൽ, ഈ ഒരു വർഷക്കാലയളവിൽ, അതായത് ഈ 12 months നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് അടുത്ത വർഷം, അതായത് 2021-22 എന്നുള്ള വർഷത്തിലാണ് ടാക്സ് പേ ചെയ്യുക. അപ്പോൾ ഈ വർഷം എന്തായിരിക്കും? ഈ കറൻറ്റ് ഇയറാണ് പ്രീവിയസ് ഇയർ. ഈ കറൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് കൊണ്ട് ഈ വർഷത്തെ ഇൻകത്തിന് അടുത്ത വർഷമാണ് ടാക്സ് പേ ചെയ്യുക. എങ്കിലും ചില സർട്ടൈൻ കേസസിൽ ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Certain cases where income earned and assessed in the same year. 5 such cases are listed below. First one, shipping business of non-resident ship owners. അതായത് ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം. ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുമ്പോൾ നോൺ റെസിഡൻറ്റ് ഷിപ്പ് ഓണേഴ്സ് ആണെങ്കിൽ ആ തരം ഷിപ്പിംഗ് ബിസിനസ്സിൽ നിന്നുള്ള ഇൻകത്തിന് ഏത് വർഷമാണോ നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായി വരും. അപ്പോൾ നോൺ റെസിഡൻറ്റ്, റെസിഡൻറ്റ് ഇതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് കേസ്, ഇൻ കേസ് ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ അയാളുടെ കേസിലും ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഈവൻറ്റിൽ, ഒരു പെർട്ടിക്കുലർ ഈവൻറ്റിൽ ഫോം ചെയ്യുന്ന അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ആൻ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ്, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഈവൻറ്റിൽ വേണ്ടി മാത്രം ഫോം ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ ആയവർക്ക്
ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായി വരും. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ് ആണ്. അതായത് ഏതെങ്കിലും ഒരു അസസിങ് ഓഫീസറുടെ ഒപ്പീനിയൻ അനുസരിച്ച് ടാക്സ് പേ ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന കാലയളവ് വരെയുള്ള സമയത്ത് അതിൽ നിന്നുള്ള ഇൻകത്തിന് അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടതായി വരും. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, അതായത് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ ആ തരം ബിസിനസ്സിന് ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഇങ്ങനെ 5 കേസസ് എക്സാമ്പിളായി പറയുന്നത് 5 കേസസ് ആണ്. ഈ 5 കേസസിലും ഏത് വർഷമാണോ ഇൻകം ഏൺ ചെയ്യുന്നത് ആ വർഷം തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായി വരും. അല്ലാത്ത കേസിൽ അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് പേ ചെയ്യുന്നത്, പ്രീവിയസിലുള്ള ഇൻകത്തിനാണ് ടാക്സ് പേ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് വൺ, Person includes an individual, association of persons or body of individuals or local authority or artificial juridical person. ഇവരൊക്കെയാണ് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് പേഴ്സൺ എന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇവർ ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിരിക്കണം? അതായത് ഏതെങ്കിലും രീതിയിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്യുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ ഇവരേതിൽ വരുന്നുള്ളൂ? ഈ പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഈ വ്യക്തികളാണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? പേഴ്സൺ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ആവുന്നത്. നെക്സ്റ്റ് വൺ, അസസ്സി. അസസ്സി ഈസ് എ പേഴ്സൺ ഹു പേയ്സ് ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ലൈക്ക് ഇൻട്രസ്റ്റ്, പെനാൽറ്റി എക്സെട്ര അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961. 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള പേയ്മെൻറ്റ് നടത്തുന്നത്, അതെന്താകാം? ടാക്സ് ആകാം, അല്ലെങ്കിൽ എന്താകാം? ഇൻട്രസ്റ്റ് ആകാം, പെനാൽറ്റി ആകാം. ഇങ്ങനെ പേ ചെയ്യുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത്? പേഴ്സൺസിനെ എന്ത് പറയുന്നത്? അസസ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസസ്സി ഡീംഡ് അസസ്സി ആകാം, അല്ലെങ്കിൽ എന്താകാം? അസസ്സി ഇൻ ഡിഫോൾട്ട് ആകാം. അപ്പോൾ എന്താണ് ഡീംഡ് അസസ്സി? Deemed assessee is an individual who is put in a position to pay taxes for some other persons by legal authorities. അതായത് ഒരു വ്യക്തി നിയമപ്രകാരം മറ്റാർക്കെങ്കിലും വേണ്ടി ടാക്സ് പേ ചെയ്യാൻ നിർബന്ധിതനായി തീരുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്. എന്താണ്? ഏതെങ്കിലും ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ ലീഗൽ ഹയേഴ്സ്. അപ്പോൾ ആ ഡിസീസ്ഡ് പേഴ്സന് വേണ്ടി ഈ വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും? അയാളുടെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അയാളാണ് ആര്? ഡീംഡ് അസസ്സി. മറ്റൊരാൾക്ക് വേണ്ടി ടാക്സ് പേ ചെയ്യാൻ നിർബന്ധിതനായി തീരുന്ന വ്യക്തിയാണ് എന്ത്? ഡീംഡ് അസസ്സി. നെക്സ്റ്റ് വൺ, അസസ്സി ഇൻ ഡിഫോൾട്ട്. Assessee in default is a person who has failed to fulfill his statutory obligations as per the Income Tax Act, such as not paid taxes to the government or not to file his income tax return. അപ്പോൾ അതായത് ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഗവൺമെൻറ്റിന് സമർപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ടാക്സ് പേ ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ അയാളെയാണ് എന്ത് പറയുന്നത്? അസസ്സി ഇൻ ഡിഫോൾട്ട്. ഇനി നെക്സ്റ്റ് വൺ, ഇൻകം മീൻസ് ഏർണിങ്സ്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഏർണിങ്സ് ഇൻകമായി പരിഗണിക്കാം? ഇൻകം ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, ഡിവിഡൻറ്റ്, പിന്നെ വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ്, ഗെയിന്, ഡിവിഡൻറ്റ് ഇതൊക്കെ എന്തായി പരിഗണിക്കുന്നുണ്ട്? ഇൻകം. പിന്നെ കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ്, അത് ആ ട്രസ്റ്റിൻ്റെ എന്താണ്? ഇൻകമാണ്. ദർ ആർ 5 മെയിൻ ഹെഡ്സ് ഓഫ് ഇൻകം ഫോർ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടി പ്രധാനമായും 5 ഹെഡ്സ് ഓഫ് ഇൻകമാണുള്ളത്. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം സാലറി. പിന്നെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. ഇതൊക്കെയാണ് 5 മെയിൻ ഹെഡ്സ് ഓഫ് ഇൻകം. നെക്സ്റ്റ് വൺ, ഗ്രോസ് ടോട്ടൽ ഇൻകം. Gross total income is the aggregate of all the income earned by a person
during a specified period according to section 14 of the Income Tax Act 1961. 1961 ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി ഏൺ ചെയ്യുന്ന ഡിഫറെൻറ്റ് 5 കാറ്റഗറീസ് ഓഫ് ഇൻകം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതായിരുന്നു? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഇങ്ങനെയുള്ള 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതിൻ്റെ ടോട്ടൽ അഗ്രിഗേറ്റ് ടോട്ടലാണ് എന്ത് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഒരു വ്യക്തി കിട്ടുന്ന ടോട്ടൽ ഇൻകമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? അപ്പോൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് അപ്പ് ഏർണിങ്സ് റിസീവ്ഡ് ആസ് പെർ ഓൾ 5 ഹെഡ്സ് ഓഫ് ഇൻകം. അതായത് നമ്മൾ പറഞ്ഞ 5 ഹെഡ്സ് ഓഫ് ഇൻകം, അതിൻ്റെ ടോട്ടലാണ് ഏത്? ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നതോ, ടോട്ടൽ ഇൻകം ഈസ് അറൈവ്ഡ് അറ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ അനുസരിച്ച് 80C to 80U, 80C മുതൽ 80U വരെയുള്ള സെക്ഷൻ അനുസരിച്ച് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ആ ഡിഡക്ഷൻസ് ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ടാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻസ്, അനുവദിച്ചിരിക്കുന്ന ഡിഡക്ഷൻസ് ലെസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ടാണ് ടോട്ടൽ ഇൻകം. നെക്സ്റ്റ് ടോപ്പിക്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ്? ടു ഡിറ്റർമിൻ ദ ടാക്സ് ലയബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? എൻ അസസി ഈസ് ഐദർ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓർ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താകാം? ഒന്നുകിൽ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആകാം, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ആകാം. ഇനി ഒരു റെസിഡൻറ്റ് ഇൻ ഇന്ത്യ തന്നെ, അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും HUF ആണെങ്കിലും, HUF മീൻസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എന്താകാം? റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആകാം, അതേപോലെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകാം. ഒന്നുകിൽ ഓർഡിനറി റെസിഡൻ്റ് ആകാം, അല്ലെങ്കിൽ എന്താകാം? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആകാം. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, ഇനി നോൺ റെസിഡൻ്റ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ അതിൻ്റെ സർട്ടൈൻ കണ്ടീഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ബേസിക് കണ്ടീഷൻസ് ഉണ്ട്, അതേപോലെ അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും മനസ്സിലാക്കിയാണ് നമ്മളൊരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക്സ്.